ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു കോൺവെർസേഷൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരാളെ കാണുവാണ്. അപ്പം അവരോട് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? ഹലോ, എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കും അല്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഹലോ, ഹൗ ആർ യു? ഹലോ, ഹൗ ആർ യു? ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ എന്തൊക്കെയുണ്ട് എന്നുള്ള മീനിങ് ആണ്. ഇനി അതിന് റിപ്ലൈ ആയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? നന്നായി പോകുന്നു, നിങ്ങൾക്കോ എന്ന് ചോദിക്കും അല്ലേ? അപ്പം അതെങ്ങനെ പറയും? നന്നായി പോകുന്നു എന്ന് പറയാൻ ഐ ആം ഡൂയിങ് വെൽ എന്ന് പറയാം. ഐ ആം ഡൂയിങ് വെൽ. നിങ്ങൾക്കോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് അബൌട്ട് യു? വാട്ട് അബൌട്ട് യു? അപ്പം ഐ ആം ഡൂയിങ് വെൽ, വാട്ട് അബൌട്ട് യു? ഞാൻ നന്നായി പോകുന്നു, നിങ്ങൾക്കോ എന്നുള്ള മീനിങ് ആണ്. അന്നേരം നമുക്ക് പറയണം പ്രത്യേകിച്ചൊന്നുമില്ല, എന്നത്തെയും പോലെ അല്ലെങ്കിൽ പതിവ് പോലെ എന്നുള്ള രീതിയിൽ പറയണം. അതെങ്ങനെ പറയും? നത്തിങ് മച്ച്, ജസ്റ്റ് ദ യൂഷ്വൽ റൂട്ടീൻ. നത്തിങ് മച്ച്, ജസ്റ്റ് ദ യൂഷ്വൽ റൂട്ടീൻ. നത്തിങ് മച്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ള മീനിങ് ആണ്. ജസ്റ്റ് ദ യൂഷ്വൽ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എന്നത്തെയും പോലെ അല്ലെങ്കിൽ പതിവ് പോലെ എന്നുള്ള മീനിങ് ആണ്. നത്തിങ് മച്ച്, ജസ്റ്റ് ദ യൂഷ്വൽ റൂട്ടീൻ. പിന്നെ നമ്മളിങ്ങനെ പറയത്തില്ലേ, കുറേ നാളായിട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും അല്ലേ? അപ്പം അതെങ്ങനെ പറയും? ഹാവൻറ്റ് സീൻ യു ഇൻ ലോങ് ടൈം. ഹാവൻറ്റ് സീൻ യു ഇൻ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്നാണ്. ഹാവൻറ്റ് സീൻ യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടിട്ടില്ല എന്നാണ്. ഇൻ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട്. സോ കുറേ നാളായിട്ട് നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാനാണ് ഹാവൻറ്റ് സീൻ യു ഇൻ ലോങ് ടൈം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയും പറയത്തില്ലേ, നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് എവിടെയായിരുന്നു? അതെങ്ങനെ ചോദിക്കും? വേർ ഹാവ് യു ബീൻ സോ മെനി ഡേയ്സ്? വേർ ഹാവ് യു ബീൻ സോ മെനി ഡേയ്സ്? വേർ ഹാവ് യു ബീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ്. സോ മെനി ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം. സോ ഇത്രയും ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കാനാണ് വേർ ഹാവ് യു ബീൻ സോ മെനി ഡേയ്സ്. വേർ ഹാവ് യു ബീൻ സോ മെനി ഡേയ്സ്. ഇനി നിങ്ങളൊരു പുതിയ ജോലി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പം നിങ്ങൾക്ക് പറയണം ഞാനൊരു പുതിയ ജോലി ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കിലാണ്. അതെങ്ങനെ പറയും? ഞാനൊരു പുതിയ ജോലി ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ടേക്കൺ എ ന്യൂ ജോബ് എന്നാണ് പറയുന്നത്. ഐ ഹാവ് ടേക്കൺ എ ന്യൂ ജോബ്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്. അപ്പം ഐ ഹാവ് ടേക്കൺ എ ന്യൂ ജോബ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ ജോലി ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് മീനിങ്. ന്യൂ ജോബ് എന്ന് പറഞ്ഞാൽ പുതിയ ജോലി എന്നാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? സോ ഐ ആം എ ബിറ്റ് ബിസി. സോ ഐ ആം എ ബിറ്റ് ബിസി. എ ബിറ്റ് ബിസി എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കിലാണ് എന്നാണ് മീനിങ്. ഇനി നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുണ്ടെന്ന് വെച്ചു. സുഹൃത്തിൻ്റെ പേര് അഞ്ജു എന്നാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് അഞ്ജുവിനെ കാണൂ അല്ലെങ്കിൽ പരിചയപ്പെടൂ എന്നുള്ള മീനിങ്ങിലാണ് മീറ്റ് മൈ ഫ്രണ്ട് അഞ്ജു. മീറ്റ് മൈ ഫ്രണ്ട് അഞ്ജു. അതായത് ഇതെൻ്റെ സുഹൃത്ത് അഞ്ജു ആണ്, അഞ്ജുവിനെ പരിചയപ്പെടൂ എന്നുള്ള മീനിങ് ആണ് മീറ്റ് മൈ ഫ്രണ്ട് അഞ്ജു. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും പറയത്തില്ലേ, ഞാൻ നിന്നെ എൻ്റെ സുഹൃത്ത് അഞ്ജുവിന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. അതെങ്ങനെ ചോദിക്കും? ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു മൈ ഫ്രണ്ട് അഞ്ജു. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു മൈ ഫ്രണ്ട് അഞ്ജു. അതായത് ഞാൻ നിന്നെ എൻ്റെ സുഹൃത്ത് അഞ്ജുവിന് പരിചയപ്പെടുത്തട്ടെ എന്നുള്ള മീനിങ് ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുക എന്നാണ്. അപ്പം ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു മൈ ഫ്രണ്ട് അഞ്ജു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ എൻ്റെ സുഹൃത്ത് അഞ്ജുവിന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ എന്നാണ് മീനിങ്. ഇനി നമുക്ക് ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി തരുമ്പോൾ നമ്മൾ അവരോട് പറയത്തില്ലേ, നിന്നെ കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. അതെങ്ങനെ പറയും? ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു. ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു. ഈ ഒരു ഫ്രേസിൻ്റെ മീനിങ് നിന്നെ കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട് എന്നാണ്. ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ, നീ എന്ത് ചെയ്യുന്നു? അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡു യു ഡു. വാട്ട് ഡു യു ഡു. വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാനാണ് വാട്ട് ഡു യു ഡു. ഇനി നിങ്ങളുടെ പേര് അനു എന്നാണെന്ന് വെച്ചോ. അപ്പം അഞ്ജു പറയുവാണ് ഞാൻ അനു പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അതെങ്ങനെ പറയും? I work as a teacher in the same school as Anu. I work as a teacher in the same school as Anu. എന്ന് പറഞ്ഞാൽ അനു പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ്
മീനിങ്. ഐ വർക്ക് ആസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ടീച്ചറായി ജോലി ചെയ്യുന്നു എന്നാണ്. ഇൻ ദ സെയിം സ്കൂൾ. ആസ് അനു എന്ന് പറഞ്ഞാൽ അനുവിൻ്റെ അതേ സ്കൂളിൽ എന്നാണ്. സോ ഐ വർക്ക് ആസ് എ ടീച്ചർ ഇൻ ദ സെയിം സ്കൂൾ ആസ് അനു. അതായത് അനുവിൻ്റെ അതേ സ്കൂളിൽ ഞാനൊരു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു എന്നാണ് മീനിങ്. ഇനി സംസാരമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് നിങ്ങളെ രണ്ടുപേരെയും കണ്ടതിൽ സന്തോഷം എന്ന് നമ്മൾ പറയത്തില്ലേ, അതിന് നമുക്ക് പറയാം ഗ്രേറ്റ് ടു സീ യു ബോത്ത്. ഗ്രേറ്റ് ടു സീ യു ബോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും കണ്ടതിൽ സന്തോഷം എന്നാണ് മീനിങ്. ഗ്രേറ്റ് ടു സീ യു ബോത്ത്. സോ നമ്മുടെ ഡെയിലി കോൺവെർസേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ കണ്ടത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.